കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു സ്ത്രീ മരിച്ചില്ലേ, ഭർത്താവ് കൊന്നത്. അയാളും ഇപ്പം ആത്മഹത്യ ചെയ്ത്, ട്രെയിനിന് മുമ്പിൽ ചാടി അയാളും ആത്മഹത്യ ചെയ്ത്. എന്തുകൊണ്ടാണ്? ഇത്തിരി സ്നേഹം കൂടിപ്പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം എന്താ പറ്റിയത്? 4 മക്കളാണ് അനാഥരായത്. ഇതിങ്ങനെ സംഭവിക്കാൻ കാരണമായ ഒരുത്തരുണ്ട്. അവൻ സുഖമായിട്ട് നടക്കണേണ്, അവനെ പോലീസ് പിടിച്ചിട്ടില്ല. ഈ 4 മക്കളെ അനാഥരാക്കിയ അവനുണ്ട്. ആ സ്ത്രീനെ കൂടി ഒരാഴ്ചയോളം ഒളിച്ചോടിപ്പോയി. അപ്പോഴും ഇയാൾ ക്ഷമിച്ച് ഒത്തുതീർപ്പാക്കി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. കാരണം അവളെ അടിച്ചിറക്കണമായിരുന്നു അവിടെ നിന്ന്, ഇല്ലേ? ഇതാണ് ഞാൻ പറയണത്. നല്ല കൂട്ടുകാർ വേണം. അയാൾക്ക് എനിക്ക് തോന്നുന്നത് നല്ല കൂട്ടുകാരുണ്ടായിരുന്നില്ലെന്ന്. നല്ല കൂട്ടുകാർ പറയണം, ഇതുപോലത്തെ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് കളയാൻ പറയണം. പിന്നെന്താന്നാ, ചില കൂട്ടുകാരന്മാരും ഉണ്ട് ഇങ്ങനത്തെ ഞങ്ങളെ ഒന്നും കൂടി അടുപ്പിച്ച് വെക്കും. കാരണം അവരുടെ വീട്ടിലെന്നും പ്രശ്നം കാണാമല്ലോ. മനസ്സിലായ? ഞാൻ പറയണേണ്, ഇതുപോലത്തെ പെണ്ണുങ്ങളെ ഒരിക്കലും ഒത്തുതീർപ്പിൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. കാരണം ഇവരിങ്ങനെ നശിയാനുള്ളവരാണ്. മനസ്സിലായ? എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ള. ആ കുഞ്ഞുങ്ങളെ 4 പേരെയും അനാഥരാക്കിയത് ഒരു ദുഷ്ടനുണ്ടല്ലോ പുറത്ത്, അവനെ പോലീസ് പിടിക്കണം. ഈ കല്യാണം കഴിഞ്ഞിട്ടും ഈ ഒരു 4 മക്കളുടെ അമ്മനെ സ്നേഹിച്ച് കൊണ്ടുപോകണമെങ്കിൽ അവന് എത്ര പരനാറിയായിരിക്കും, ഇല്ലേ? അവനെ അങ്ങനെ വിളിക്കാൻ കൊള്ളുള്ളൂ. കാരണം ആ 4 മക്കള് അനാഥരാക്കിയത് അവൻ കാരണമല്ലേ അനാഥരായത്. അയാളും ആ ഒരു സ്നേഹത്തിന്റെ പുറത്തല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അയാളുടെ ജീവനും പോയി, ഇല്ലേ? വെറുതെ വിടരുത് അവനെ, പോലീസ് പിടിക്കണം. ഇങ്ങനത്തെ കുറെ പേരെ പിടിച്ചാലേ ഇതുപോലെ മക്കൾ അനാഥരാകാതിരിക്കുള്ളൂ, കുടുംബങ്ങൾ നശിയാതിരിക്കുള്ളൂ. അവൻ എവിടെയാണെങ്കിലും അവനെ പിടിക്കണം. ഇപ്പൊ എന്താന്ന്, അവൻ കൊന്നില്ലല്ല, പക്ഷെ അവനൊന്നും ചെയ്തില്ലെന്ന് പറയരുത്. അവൻ ആ സ്ത്രീനെ കൊണ്ട് പോയതുകൊണ്ടല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത്. അവനെ പോലീസ് പിടിക്കണം, എത്രയും വേഗം പിടിക്കണം.